ഇപ്പം ഞാൻ ഈ കളിക്കുന്നുണ്ടോ, സൗണ്ട് കുറച്ച് വെക്കട്ടെ. ഞാൻ ഈ കളിക്കുന്നുണ്ട്, ഞാൻ ഈ ഓടുന്നില്ലേ. ഇപ്പം ബെർമുഡ മാപ്പ് ഭൂമിയുടെ വേറെ ഏതൊരു സൈഡിലാന്ന് വിചാരിച്ചോ. എന്തായാലും മുകളിലാണ് മഞ്ഞൊക്കെ ഉണ്ടാവും. അപ്പം ഭൂമിയുടെ ഒരു സൈഡ് വശത്തായിട്ടുള്ളതാണ് ഈ ബെർമുഡ മാപ്പ്. അപ്പം ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ അത് ചെരിഞ്ഞു നടക്കാത്തെ, അതായത് ഗുരുത്വാകർഷണം കൊണ്ടാവും. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് തന്നെ നേരെ കാണുന്നേ. അതുപോലെ തന്നെയല്ലേ ഇന്ത്യയുടെ അവസ്ഥ. വട്ടത്തിലല്ല, ഓവർ ഷേപ്പാണ്. ഓക്കെ ആയിക്കോട്ടെ, എന്താ വട്ടത്തിന് ആയിക്കോട്ടെ റോള്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വട്ടത്തിലൊരു ബോള്, ഒരു സാധാ ക്രിക്കറ്റ് ബോള്. ആ ക്രിക്കറ്റ് ബോളില് ഒരു ഈച്ച വന്നിരിക്കാണ്. അപ്പൊ നമുക്ക് ഈച്ചനെ കണ്ട നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈച്ച ഇരിക്കണ രീതി അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈച്ച നല്ല ഒരു ചീരിനട്ടായിരിക്കണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു ഫുട്ബോൾ പന്ത് പക്ഷെ അതിൽ ഈച്ച നല്ല റെഡിക്കിരിക്കും. എന്തുകൊണ്ടാ നടുക്കിരിക്കുന്നുണ്ട്? കാരണം അതാണ് മീൻസ്, അതായത് എടാ ഫുട്ബോൾ പന്തിന്റെ മുകളിൽ, മനസ്സിലായോ? ഫുട്ബോൾ പന്തിന്റെ മുകളിൽ ഈച്ചക്ക് നേരെ നിൽക്കാൻ പറ്റും. പക്ഷെ ക്രിക്കറ്റ് പന്തിൽ അങ്ങനല്ല, ചെരിഞ്ഞു നിൽക്കണം. കാരണം അതിന് അത്രക്ക് വലിപ്പല്ല. ഇതുണ്ടോ, ഇത് എങ്ങനെ ഉരുണ്ടു പോയാലും ഇതിന്റെ മണ്ടേക്കറി ഇരിക്കാൻ പറ്റും. നോക്കൂ, കണ്ടോ? ഇതെങ്ങനെ ഉരുണ്ടു പോയാലും ഈച്ചക്ക് ഇതിന് മണ്ടേക്കറി ഇരിക്കാൻ. ചവിട്ടല്ലേ തെണ്ടി, എടാ തോന്നിട്ടിട്ടില്ലെന്നെ കളിക്കല്ലേ വൈകുന്നേരം. അയ്യോ അയ്യോ അയ്യോ, എനിമി തെണ്ടി അപ്പുറത്ത് കിട്ടാനോ കൊള്ളൂല. ഓക്കെ മനസ്സിലായി. അങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ടല്ല, ഞാൻ അങ്ങടാണ് അടിച്ചു. എരിവിടുമ്പക്കല്ല, ആ സൈഡ് കടിച്ചെന്നെ പറഞ്ഞ് സൈഡ് കയറാന്നോ. എന്താ പോട്ടെ. അയ്യോ എടാ, നിങ്ങൾ എന്റെ കളി എടുത്ത് നമ്മളോട് സംസാരിച്ചോണ്ടിരിക്കുവല്ലോ. അതായത് നീ എന്താ ക്രിക്കറ്റ് ഒന്നിന്റെ കാര്യം പറഞ്ഞത് മനസ്സിലായില്ല. അതായത് ഭൂമിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഇപ്പോ ഞാൻ നേരത്തെ പറയില്ലേ, ഒരു ക്രിക്കറ്റ് പന്തില് ഒരു ഉറുമ്പിരിക്കണ മാതിരിയാണ് ഭൂമിയിൽ നമ്മളിരിക്കണത്. മനസ്സിലായോ? നമ്മൾ അത്രക്ക് ചെറുതാണ് ഹ്യൂമൻസ് എന്ന് പറഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് പറഞ്ഞായിട്ട് ഫീൽ ചെയ്യണത്. പക്ഷെ ഇത് കണ്ടോ, എടാ ഈ തിണ്ടുണ്ട് ചവിട്ടില്ലെന്ന് പറ. അയ്യോ എടാ നോക്ക്, ഇതിന് മണ്ടേ കയറി ഇരുന്നാലും അത് നേരെ ഇരിക്കത്തുള്ളൂ. അന്നേരം ഇതിന് മണ്ടേ കയറി ഇരിക്കുമ്പോ ഇങ്ങനെ ഞാൻ ഉരുണ്ടു പോണേ, അതിങ്ങനെ ഇതായി ചെരിഞ്ഞിരിഞ്ഞ് പൊക്കോണ്ടിരിക്കും. അതായത് ചെരിവുണ്ടെങ്കിലോ? ചെരിവ് എങ്ങനെയായിരുന്നു ഉരുണ്ടിരിക്കുന്ന സാധനത്തില്? മനസ്സിലായില്ല, രണ്ടാമത്തെ ചോദ്യം മനസ്സിലായി. അതായത് എടാ ഇവനോട് തൊഴിക്കാതിരിക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം. എന്താ നോക്കണ്ടേ? ഓക്കെ ഞാൻ ഭൂമി ഒന്ന് വെച്ചോ. അപ്പൊ എന്റെ സൈഡിലുള്ളൊരു കറുത്ത സംഭവം കണ്ടോ? അത് പോയല്ലോ. അത് നിന്റെ ഉണ്ടോടോ യൂസ് ചെയ്യാത്തത്? ഓക്കെ, ഈ കറുത്ത സംഭവം സൈഡിൽ ചാടാൻ പറ്റുമോ? അതായത് ഇപ്പൊ എങ്ങനെ പറയാ, നിനക്ക് ഇവിടെ കത്തി അത് ഞാൻ രണ്ടുപേരും എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബംഗാളുടെ ഞാനാണ് ഡബിൾ ടേക്കിനോട് എടുത്ത്. ഇത് കഷ്ടത്. അതായത് അടുത്ത കളിയിൽ ഞാൻ തോറ്റ, ഞാൻ അടുത്ത കളിയിൽ കാണിച്ചു തരാം.
സങ്കല്പിക്കേണ്ടത് പറ. ഓക്കെ, ഇപ്പൊ ഞാൻ ആ ഫുട്ബോൾ പന്ത് ഇരുന്നില്ലേ, ആ ഫുട്ബോൾ പന്തിന്റെ സൈഡിൽ കുറെ കറുത്ത കറുത്ത സംഭവങ്ങളുണ്ടോ? ഡിസൈന് ആ ബ്ലാക്ക്, ആ ബ്ലാക്ക് ഡിസൈനില്ലേ പോയാ എടാ പൈതലേ ആ ബ്ലാക്ക് ഡിസൈൻ ഇല്ലേ, ആ ഡിസൈനാണ് ഞാൻ ശരിയോ ഞാനെന്ന് ബർമുഡ മാപ്പ്, ആ ബ്ലാക്ക് ഡിസൈനാണ് ബർമുഡ മാപ്പ്. അപ്പം ഈ ബർമുഡ മാപ്പിൽ നമ്മൾ നടക്കത്തില്ലേ, ആ സൈഡിലുള്ള ബ്ലാക്ക് ഡിസൈൻ കേട്ടോ. ഓക്കെ, അപ്പൊ ആ ബർമുഡ മാപ്പിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മളെന്ത് ചെരിഞ്ഞോലിരിക്കാത്ത എന്നാണ് എൻ്റെ ചോദ്യം. ഗുരുത്വാകർഷണം ഓക്കെ, നമ്മൾ ചെരിഞ്ഞാണ് നടക്കുന്നത്. അല്ലല്ല, നമ്മൾ ഓൾറെഡി ചെരിഞ്ഞാണ് നടക്കുന്നത്. പക്ഷെ ചെരിഞ്ഞാണ് നടക്കുന്നതെങ്കിലും നമ്മൾ നോക്കുന്ന നേരെ ആയതുകൊണ്ട് നമ്മൾ കാണുന്ന നേരെയാണ്. പക്ഷെ നമുക്ക് ചെരിഞ്ഞല്ലേ കാണണ്ടേ? അതായത് ഓക്കെ, നീ ഫ്ലാഗ് തന്നെ ഞാൻ കാണിച്ചു തരാം. ലാലിനെ നോട്ടിനെ വിളിച്ചോ. നീ റെഡി റെഡിതാ പിന്നിക്കൊണ്ടിരുന്നോ? ഒരു സെക്കൻഡ് വേഗം ചെയ്യ്. കിട്ടല്ലേ? എന്റെ നാവ് കിട്ടിയില്ലേ? ടോക്കൺ പോലെ ഒന്നാ കിട്ടിയ, രണ്ടെണ്ണന്നല്ല ഒന്നാ കിട്ടിയില്ലേ? ഓക്കെ ഞാൻ റെഡിതാ ഇനി നമുക്ക് പോവാം. അല്ലേ സ്ക്വാഡ് അല്ലെ നായ്ക്കൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിട്ട് തൊഴിലും തരും. ഓക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് നീ ഇറങ്ങി പോവാളൂ കേട്ടോ. റെഡിതാ പറഞ്ഞിട്ട് ഇറങ്ങി പോകണമെന്ന് മീൻസ് അതായത് ഈ സംഭവം ഞാൻ പറഞ്ഞു തീർത്തിട്ട് നീ പോകണം. റെഡിതാടാ. ഒരു സെക്കൻഡ് യു പേ ജസ്റ്റ് ഡെപ്പോസിറ്റ് ബാങ്ക് അക്കൗണ്ട് എന്റെ ജീപ്പ് റെഡിയായി. ഓക്കെ ഫുട്ബോൾ കളിക്കുന്നിടത്തോട്ട് വന്ന് ഇതിന്റെ പോവാൻ പറ്റാത്ത എങ്ങടാ നീ ഇതിന് ഉള്ളോട്ട് വാടാ. ഫുട്ബോളിട്ട് അടിക്കല്ലേ. നീ വാ ഞാൻ കാണിച്ചു തരാം. മാറി നിക്ക അവിടുന്ന്. ഫുട്ബോളിട്ട് അടിക്കില്ല, അത് വരട്ടെ. അതായത് ഈ സൈഡിലത്തെ നീല കളർ സാധനം കണ്ടോ? ഈ നീല കളർ സാധനം കണ്ടോ? ഞാൻ എന്റെ അടുത്ത് വന്നിരി. അതിനിട്ട് ഇടിക്കല്ലേ, എന്റെ അടുത്ത് വന്നിരി. ഇത് കണ്ടോ? ഈ സൈഡിലത്തെ നീല കളർ സാധനം കണ്ടോ? ഇതിനകത്ത് ഇതാണ് നമ്മുടെ കണ്ടോ? ഇതില്ല ഇത് ഇപ്പൊ ഞാൻ തൊട്ടേക്കണേ. ഇടിക്കല് ഇത് അയ്യോ ഓക്കെ ഇത് ഇങ്ങോ ഇതുണ്ട്. ഈ നീല കണ്ടോ? ഇതാണ്. അത് വേണ്ട, ഇത് തന്നെ ഇപ്പൊ ശരി. ഓക്കെ ഇങ്ങോ ഇതാണ് ഭൂമി എന്ന് നീ സങ്കല്പിച്ചോ. ഇങ്ങോട്ട് വാ. ഈ സാധനം ഈ എപ്പോ എന്താ ഈ സാധനമാണ് കരുതിക്കോ. അത് ആ സൈഡിൽ വരുന്നു. കഴിഞ്ഞ വിട്ടു. ഇതിപ്പോ നമ്മുടെ ഇന്ത്യ എന്ന് വെച്ചു. ഇന്ത്യ ഓക്കെ. അപ്പൊ ഈ ഇന്ത്യയില് ഇത് കണ്ടോ നീ? ഇന്ത്യ ഇപ്പൊ ഇവിടെയാണല്ലോ. ഇന്ത്യ ഇവിടെയല്ലേ? മോളിൽ
ഞാൻ ഓടുന്നതാണ്. എടാ മോളിൽ ഇന്ത്യക്ക് വരാൻ പറ്റില്ല, കാരണം ഇന്ത്യക്ക് മഞ്ഞ് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യക്ക് മഞ്ഞാവാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായോ? ഇന്ത്യയിൽ മഞ്ഞുണ്ടോ? എടാ കിഴങ്ങ, ഇന്ത്യയിൽ മഞ്ഞുണ്ടോ? ഇന്ത്യയിൽ മഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇവിടെയല്ലേ. അതുപോലെ തന്നെ ബെർമുഡ മാപ്പും. ബെർമുഡ മാപ്പ് ഇവിടെയാണ്, കാരണം ഈ ബെർമുഡ മാപ്പിൽ മഞ്ഞില്ല. ഓക്കെ, ഇത്ര മനസ്സിലായി. എടാ മോളിലാടാ കിഴങ്ങ മഞ്ഞ്. ശരിയാണ് ഈ പറഞ്ഞു വരുന്നത്. ഒരു ഭൂമി ഒരു ഗ്രഹം, ആ ഗ്രഹത്തിന്റെ ഈ മഞ്ഞ് സ്ഥലം എന്ന് പറയണത് ഈ സൂര്യൻ തീരെ തട്ടാത്ത ഭാഗത്തൊക്കെയാണ്. ഇത്ര നിനക്ക് മനസ്സിലായല്ലോ. പറയട്ടെ പറയട്ടെ അപ്പൊ ഈ പറഞ്ഞത് ഈ ബർമൂഡ എന്ന സ്ഥലം നമ്മുടെ ഭൂമിയിൽ എവിടെ വെച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഈ ബർമൂഡയിൽ മഞ്ഞില്ല. ഇല്ല. അപ്പൊ ബർമൂഡ സൂര്യൻ എവിടെ തട്ടുന്ന സ്ഥലമായിട്ടാണ് ഇജ്ജ് പറയണേ. ഇനി പറ. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ഇപ്പൊ എന്താ ഈ ബെർമുഡ മാപ്പിന്റെ ഇവിടെ തന്നെയായി നമ്മളിപ്പോ നടക്കുന്നത്. ഓക്കെ, നമ്മൾ നടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും നേരെ നടന്നു പോകുന്നത്, നമ്മളിങ്ങനെ ചെരിഞ്ഞാണ് നടന്നു പോകേണ്ടത്. അപ്പൊ ഇന്ത്യയിലായാലും ബെർമുഡയിലും നമ്മള് മീൻസ് നമ്മുടെ വിഷൻ ചെരിഞ്ഞാവുന്നല്ലോ. ഒരു കാര്യം പറയട്ടെ, എന്ത് ചെരിഞ്ഞ് നടന്നു പോകണ്ടെന്നാ മനസ്സിലായില്ല. എടാ അതായത് ഭൂമിയുടെ മണ്ടയിലാണ്, മുകളിലാണ് നമ്മളെങ്കിൽ തന്നെ നമ്മൾ നേരെ നടന്നു പോകണ്ടേ. പക്ഷെ അതേസമയം ഭൂമിയുടെ സൈഡിൽ പറയട്ടെ അതിലൊന്നാമത്തെ കാര്യം ഗുരുത്വാകർഷണം. രണ്ടാമത്തെ കാര്യം ഏതൊരു വൃത്തത്തിലെ സാധനത്തിലും ഒരു പരന്ന ഭാഗം എന്ന് പറയണത്, അതായത് ഒരു വര. പറയാൻ പോണേ. അതായത് നമ്മള് നടക്കുന്നത് ഗുരുത്വാകർഷണം, അത് ഞാൻ സമ്മതിച്ച്. നമ്മൾ നടക്കുന്ന ഗുരുത്വാകർഷണത്തിന്റെ കാര്യത്തില് നമ്മൾ നടക്കുമ്പോഴല്ലേ നമ്മൾ നേരെ നടക്കുന്നേ. പക്ഷെ നമ്മൾ കാണുമ്പോ എല്ലാം ചെരിഞ്ഞ് കാണണ്ടേ. എന്തുകൊണ്ട് നമ്മൾ ചെരിഞ്ഞ് കാണുന്നില്ല? അതാണ് എന്റെ സംശയം. നമ്മളെ മീൻസ് അതായത് എടാ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ആകാശമൊക്കെ ഇങ്ങനെ ചെരിഞ്ഞാണ് കാണുന്നത്. ആകാശം എങ്ങനെ പറഞ്ഞ മനസ്സിലാക്കി തരാ. നമ്മളെ ഒരു വര ഇപ്പൊ 4 സൈഡും ഒരേ രീതിയില് കൃത്യം ഒരു 4 സൈഡ് 5 സെന്റിമീറ്റർ വര. ആ 4 സൈഡിലും 5 സെന്റിമീറ്റർ ഒരേപോലെ ആയാലും എന്താ നമ്മള് പറയാ? ചതുരം എന്നല്ല പറയാ. ആ 4 സെന്റിമീറ്റർ, ആ 4 വരലത്ത് 3 എന്താ പറയാ? ത്രികോണം എന്നല്ല പറയാ. ഇതേ വര 5 ആയിക്കോട്ടെ 10 ആയിക്കോട്ടെ കോടാനുകോടി ഇങ്ങനെ വട്ടത്തിലായാലോ നമ്മളതിന് വൃത്തം വിളിക്കണ്ടേ? വൃത്തം വിളിക്കണ്ടേ? എന്തോന്ന് പൊട്ടത്തിലാണോ നീ? ഞാൻ അതല്ലേ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കണക്ക് വഴി മനസ്സിലാക്കി തരുന്ന എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിലായില്ല. നേരത്തെ അതിന്റെ ആൻസർ തന്നെ പറയുന്നുണ്ട്, അപ്പൊ എനിക്ക് മനസ്സിലാവണില്ല. ഓക്കെ പറയ്. അല്ലേ വേണ്ട, ഇങ്ങനെയൊക്കെ എടുത്ത് പറയട്ടെ. ഇപ്പോള് നേരത്തെ പറഞ്ഞെന്ന് കരുതിക്കോ, ഒരു ഉറുമ്പ് ചെറിയ ബോളില് നടക്കണേ. ചെറിയ ബോൾ ഒരു ഉറുമ്പ് കണ്ടാ നമുക്ക് മനസ്സിലാവും, നേരെ നമുക്ക് മനസ്സിലാവും ഉറുമ്പ് ഇതുണ്ടെന്ന്. പക്ഷെ ഉറുമ്പിന്റെ അത്യാവശ്യം വലുപ്പാണ്. പിന്നെ ഉറുമ്പ് അത്യാവശ്യം ചെറുതെന്നൊക്കെ നമുക്ക് നേരെ കണ്ടാ മനസ്സിലാവും. പക്ഷെ ഒരു ഫുട്ബോൾ പന്ത് കണ്ട ഒരു ഫുട്ബോൾ പന്തിൽ ഉറുമ്പിനെ ചിന്തിച്ചു നോക്ക്, ഉറുമ്പ് ചേരിനിട്ട് നിക്കപ്പോ നേരെ നിക്ക. ഉറുമ്പ് നേരെ നിൽക്കുന്നു. അതെന്തുകൊണ്ടാ? അതെന്തുകൊണ്ടാന്നൊക്കെ ചോദിച്ചാൽ ആ ഉറുമ്പ് നേരെ നിക്കുന്നോണ്ട് നേരെ നിക്കുന്നു. അങ്ങനല്ലേ ഉറുമ്പ്, ഉറുമ്പിന്റെ ഒരു ബലമല്ല അവിടെ നേരെ നിക്കാനായിട്ട്.
പക്ഷെ ചെറിയ പന്തില് ചെരിഞ്ഞ് നിക്കുന്നുണ്ട്, പക്ഷെ വലിയ പന്തില് റെഡിക്ക് നിക്കുന്നുണ്ട്. അതെന്തോണ്ടാ? അത് ചിന്തിച്ചോക്ക്. അതിന് ചെരിഞ്ഞ പന്ത് നിന്റെ കുഞ്ഞമ്മ ഉണ്ടാക്കി വെച്ചേക്കണ. ഉറുമ്പ് 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 ആനല്ല ആനല്ല ഉറുമ്പ് 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 എന്തോന്ന്? ഉറുമ്പ് സാധാരണ നേരെ നിക്കാ പറയുമ്പോ എങ്ങനെ 4 കാലം നിക്കല്ല? അതെ, അത് ആ നൃത്തം ഒരു പന്തിൽ നിന്ന് നമുക്ക് നേരെ മനസ്സിലാക്കാം. ഉറുമ്പ് പ്രയാസപ്പെട്ട് ചെരിഞ്ഞിട്ട് നിക്കണെന്ന്. അതെങ്ങനെ? എടാ 4 കാലുണ്ട്, പന്തിന് മോളിൽ കയറി നിൽക്കുമ്പോ നേരെ നിക്കണേ. ചെറിയ പന്ത്, ചെറുത് എന്തോ ഒരു ചെറിയ പന്താണല്ലോ, അത് നേരെയാണ് നിക്കണത്. എന്ത് പന്ത് എങ്ങനെ? ഇപ്പോൾ എന്റെ കയ്യില് ചിന്തിച്ചോ? എന്റെ കൈ എടുക്കുക, എന്റെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു. ആ കൈയുടെ മുകളില് ഒരു കാറോ അങ്ങനെ എന്തെങ്കിലും വെക്കും. ചെറിയ എന്തെങ്കിലും പൂ വെച്ചു. പൂവൊന്നും വേണ്ട, ബാലൽ എന്തെങ്കിലും വെക്ക്. എന്താ നീ എന്താ നിന്റെ ഉദ്ദേശം എന്താ? പറ. വെക്ക്. എന്തൊക്കെ ഇരുത്തിയേ? അല്ല, ഫോൺ തന്നെ താഴെ പൊട്ടിക്കാനുള്ള പരിപാടിയാണെന്ന്. മാറ്റി ഫോൺ മാറ്റി വേറെ വെച്ചു. എന്താ വെച്ചു? അത് തന്നെ ഇവിടെ കിടന്നൊരു ഇത് കവറ്, മീൻസ് എന്റെ ഫോണിന്റെ കവറ്. എന്റെ കയ്യിലെ മുഷ്ടിയുടെ അതിനെക്കാട്ടിൽ ചെറിയ സാധനത്തിന് വെക്ക്. ഓക്കെ, എന്റെ കമ്മല് വെച്ച്. കമ്മലോ? ഓക്കെ, കമ്മല് എങ്ങനെ നിക്കണേ? കയ്യില് കയ്യിന്റെ മുഷ്ടി ഒരു ബോളുമാരി അല്ല. പക്ഷേ അവിടെ ബോൾ എന്തെങ്കിലും ഉണ്ടോ? ചെറിയ ബോൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതൊക്കെ അങ്ങ് അപ്പുറത്താണ്, എടുക്കാൻ പോകാൻ വയ്യ. നീക്കണല്ലേ? വലിയ റൂമിലൊന്നുമില്ല. നീ പറ കാര്യം പറ. കയ്യിലിപ്പോ കയ്യില് വെച്ചോ, ഓക്കെ, നേരെ നിക്കണ്ടാവും. പക്ഷെ ചെറിയൊരു ചെരിവോ കാര്യം എന്തെങ്കിലും കൊടുത്താ എങ്ങനെ ഉണ്ടാവും? അപ്പൊ തന്നെ വീഴൂലേ? എടാ ഞാൻ പറയട്ടെ, അത് വീഴാത്തതിന്റെയോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, കിഴങ്ങ. അതായത് ഓക്കെ, നീ പറഞ്ഞ ഉറുമ്പിന്റെ കാര്യം തന്നെ എടുക്കാം. ഉറുമ്പില്ലേ, ഉറുമ്പ് നീ പറഞ്ഞില്ലേ ചെരിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അതിനെങ്ങനെയാണ് ഭൂമി കാണുന്നത്? അത് പന്തിന് മുകളിൽ നിന്നിട്ട് ചെരിഞ്ഞ് നിൽക്കുമ്പോ അത് എന്താ, പന്തിന് മുകളിൽ നിന്നിട്ട് ചെരിഞ്ഞ് നിൽക്കുമ്പോ അതിനെല്ലാം ചെരിഞ്ഞായിരിക്കും കാണുന്നത്, നേരെയല്ല. മനസ്സിലായോ? എടാ, പന്തിന് മുകളിൽ നിൽക്കുന്ന ഉറുമ്പ് പന്ത് ചെരിഞ്ഞാലും ഉറുമ്പിന് നേരെയല്ല, അത് ചെരിഞ്ഞാ കാണുന്നേ. ഇവനോട് എങ്ങനെ ഞാൻ പറയാം? ഉറുമ്പിനെ എങ്ങനെ ചെരിഞ്ഞ് കാണാ? കാരണം ഉറുമ്പ് പന്തിനെക്കാട്ടും ചെറുതാണ്. ഉറുമ്പ് പന്തിനെക്കാളും എന്തൊരു ചെറുതായാലും പന്ത് ഇങ്ങനെ ചെരിയുന്ന അനുസരിച്ച് ഉറുമ്പ് ഇത് ചെരിയും. ഉറുമ്പും ചെരിയും, അത് ശരിയാ. ഉറുമ്പ് ചെരിയുമ്പോ ഉറുമ്പിന്റെ കണ്ണ് ചെരിയോ? ഇല്ലല്ലോ, കണ്ണ് നേരെ തന്നെയല്ലേ. സോ അത് അങ്ങനെ തന്നെ കാണും അവന്. എന്റെ കണ്ണ് ഇച്ചിപ്പോ തലക്കുത്തിനെ നോക്കിയാ നേരെ കാണുക. ഞാൻ ഇങ്ങനെ ചെരിഞ്ഞ ഓക്കെ, നീ ജസ്റ്റ് തല ഒന്ന് ചെരിച്ചേ. തലയൊന്ന് ചെരിച്ച അപ്പൊ നിനക്ക് അങ്ങനെ കാണുന്നേ. നമ്മള് ചിരിയനുസരിച്ച് നമ്മളെ കാണുന്നത് ചിരിയല്ലോ. അതല്ലട കിഴങ്ങ പറഞ്ഞ ഭൂമിയുടെ സൈഡിലാണ്, അപ്പൊ നമ്മൾ ചെരിഞ്ഞണിരിക്കുന്നത്, നമുക്ക് എന്തുകൊണ്ട് നേരെ കാണുന്നു?
ഇതാണ് എന്റെ ചോദ്യം. ഇവന് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. നമ്മള് ഭൂമിന്റെ സൈഡിൽ നമ്മള് റെഡിക്കാൻ നിക്കണം, നമ്മള് ചെരിഞ്ഞിട്ട് നിക്കണ, റെഡിക്കാൻ നിക്കണേ. ഇപ്പൊ എങ്ങനെ നിക്കണേ? ചെരിഞ്ഞിട്ട് നിക്കണേ, വീഴാൻ നിക്കണ്ടോ? എടാ നമ്മള് നേരെ നിക്കണ്ട, നമുക്ക് നേരെ നിക്കണം. അതിന് കാരണം ഗുരുത്വാകർഷണം. പക്ഷെ കണ്ണിന് ഗുരുത്വാകർഷണം ഇല്ലല്ലോ. ഈജിപ്പന്റെ റൂമില് കിടക്കാണല്ലോ. എടാ കണ്ണിന് ഗുരുത്വാകർഷണം ഇല്ലല്ലോ. അന്റെ കണ്ണിന് ഗുരുത്വാകർഷണമല്ല, പക്ഷെ അന്റെ ശരീരം കൊണ്ട് ഇജ്ജെല്ലാം നോക്കണം എന്റെ കണ്ണില്. അപ്പൊ അനക്ക് എങ്ങനെയാണാവോ അതുപോലെയല്ലേ അതിന് ഫീൽ ചെയ്യാ. എവിടെ കിട്ടണ ബുദ്ധി? ഇവനെങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും കറുത്ത പട്ടി. എറിനായിരിക്കും ഞാൻ തൊണ്ട് ഇത്. അയ്യോ പോയി നോക്കട്ടെ. വീഡിയോ ഇടാനെന്നുള്ളത് കിഴങ്ങനെ അറിയില്ല. സോ അപ്പൊ ഗൈസ് ടാറ്റ. എനിക്കറിയില്ല, ഇതിന് ഉത്തരം മനസ്സിലായില്ല. വാങ്ങ ഞാൻ പോണിഞ്ഞ്. അപ്പൊ ശരി എന്നാ, എനിക്ക് മതിയായ ഒരു വീഡിയോ ഇട്ടപ്പോൾ 20 മിനിറ്റ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്താനിട്ട് നോക്കിയതല്ല. പക്ഷെ സത്യം പറഞ്ഞാൽ എന്തോന്ന് വാങ്ങയുടെ ഇത് അവനെ അറിയത്തില്ല ഞാൻ വീഡിയോ ഇടുന്ന കാര്യം. ഇത് കണ്ടുപിടിക്കുന്ന അവൻ എന്നെ വാരി കുത്തുന്ന നോക്ക്. ഒന്നിച്ച് കാണാം ഗൈസ്.